ഹലോ, നമുക്കിന്നൊരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാം. ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് കുക്കിംഗ് എല്ലാം ചെയ്യുന്നത്. അതിനായിട്ട് ഇപ്പോൾ ചക്കയിൽ മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ച് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് അതിനകത്ത് ഇടണം. കടുക്, കരിവേപ്പില, ചുവന്നമുളക്, തേങ്ങ എല്ലാം ചതച്ച് ഞാനവിടെ വെച്ചിട്ടുണ്ട്. ഈ പിള്ളേർ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊന്നും അങ്ങനെ ചെയ്യാൻ അങ്ങനെ പറ്റുന്നില്ല. എൻ്റെ പിള്ളേർ അങ്ങനെയാണ്, ഞാൻ എന്ത് ചെയ്യുമ്പോഴും എൻ്റെ കൂടെ തന്നെ വന്ന് നിൽക്കും. അതെനിക്ക് ഇഷ്ടമാണ്. പക്ഷേ കയ്യോ കാലോ പൊള്ളൂ എന്നൊരു പേടി മാത്രമാണ്. പിള്ളേരിങ്ങനെ ഓരോന്നെല്ലാം ചെയ്യുന്നുണ്ട് അടുത്തിരുന്നിട്ട്. ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് വെക്കുന്നത്. കുക്കിംഗ് ഒന്നും അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ പഠിക്കുക തന്നെ, എന്തെങ്കിലും ചെയ്ത് പഠിക്കാൻ, അങ്ങനെ മോശമായിട്ടൊന്നും പോയിട്ടില്ല. ഇപ്പം നമ്മൾ ചുവന്ന മുളകും കരിവേപ്പിലയെല്ലാം ഇട്ട് അതിനകത്ത് ചതച്ച് വെച്ച തേങ്ങ, ജീരകം, വെളുത്തുള്ളി, അതിൻ്റെ ഒരു ഇത് ചതച്ചത് അത് മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് അപ്പോൾ കുറച്ച് സ്പീഡങ്ങ് കുറച്ച് വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഈ വേവിച്ച് വെച്ച ചക്കയിൽ മഞ്ഞളെല്ലാം ഇട്ട് ഞാൻ ആദ്യം ചക്കയെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. റിമോട്ടായാലും എല്ലാ സാമഗ്രികളും എൻ്റെ അടുത്ത് കൊണ്ടുത്തരുന്നുണ്ട് ഓരോരുത്തർ. അപ്പം എല്ലാ അരപ്പും അതിനകത്ത് ചേർക്കുക. അരപ്പല്ല, ഇത് ചക്ക വേവിച്ച സാധനം അതിനകത്ത് വെക്കുക. അപ്പോൾ നല്ലോണം അങ്ങ് മിക്സാക്കുക. ഈ മിക്സാക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ വേവിച്ച് വെച്ച എല്ലാ സാധനങ്ങളും ഈ അരപ്പിലേക്ക്, അത് അരപ്പല്ല, ഈ ചതച്ച വെച്ച തേങ്ങയിലേക്കൊക്കെ മാറ്റിയിട്ട് നല്ലോണം, നല്ല ചക്കയാണ് കേട്ടോ, നല്ല ചക്ക കിട്ടണം, നല്ല പുഴുക്കിന് നല്ല ചക്ക കിട്ടണം എന്നാണ്. നല്ല ചക്കനെ കിട്ടി ഭാഗ്യത്തിന്. ദാഷിൻ്റെ അംഗൻവാടിയിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു വീട്ടിൽ നിന്ന് എനിക്ക് വിളിച്ച് തന്നതാണ്, അതുകൊണ്ട് ചക്കപ്പുഴുക്കാക്കാം. അപ്പോൾ നല്ലോണം അത് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മറിച്ച് ഒരുമിച്ച് മിക്സ് ചെയ്യണം. ആ മിക്സിങ്ങിലാണ് ടേസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു തുണിയോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ പിടിക്കുന്ന സാധനം ഇതിൽ ഉപയോഗിച്ച് ആ ചട്ടി നല്ലോണം അമർത്തി പിടിച്ചിട്ട് വേണം നമ്മളിത് മിക്സാക്കാൻ. നല്ലോണം മിക്സാക്കുക. എല്ലാം അങ്ങ് മിക്സായി വരണം. ആ തേങ്ങയും ആ കരിവേപ്പില, ജീരകവും എല്ലാം അതിൻ്റെ മണമെല്ലാം ചക്കയിലെല്ലാം പിടിച്ച്. ഇതിൻ്റെ കൂടെ നമുക്ക് നല്ല മീൻകറി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഒരു കട്ടൻ ചായയോ പാൽ ചായയോ വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ ആശി ഓരോന്ന് താണ്ട പകുതി കടുകും മറിച്ച് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് വരും. പക്ഷെ ചെയ്യുന്നതോ എനിക്ക് ഡബിൾ പണിയും. പിള്ളേരങ്ങനെയാണ്, പൊതുവേ അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാം മിക്സായി ഒന്നും കൂടി നമ്മളതെല്ലാം സെറ്റാക്കി ആ കുരുക്കളെല്ലാം നല്ലോണം ഇടിച്ച്, എൻ്റെ ഇടി കണ്ടിട്ട് ആരും പേടിച്ചോണ്ട, മിക്സാക്കുന്ന കേട്ടോ, ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ച് എണ്ണയെല്ലാം ഒഴിച്ച് ഞാൻ അതിനകത്ത് കുറച്ചും കൂടി കരിവേപ്പില ഇട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം വേവട്ടെ. വെന്ത് കഴിഞ്ഞ് ഓക്കെ, അടിപൊളിയായി കഴിഞ്ഞു. ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുത്തു. സൂപ്പറായിട്ടുണ്ട് കേട്ടോ, കഴിഞ്ഞ് ഇത്രയേ ചെയ്യാനുള്ളൂ. അപ്പോൾ നല്ലോണം വെന്ത് വന്ന് അപ്പോൾ നല്ല അടിപൊളി ഫൈനൽ ലുക്ക് സൂപ്പറായിട്ടുണ്ട്.